ADGP MR അജിത് കുമാറിനെതിരായ ആരോപണങ്ങൾ വിജിലൻസ് മേധാവി നേരിട്ട് അന്വേഷിക്കും. അന്വേഷണ സംഘത്തെ ഇന്ന് തീരുമാനിക്കും. അജിത് കുമാറിനെ ക്രമസമാധാന ചുമതലയിൽ നിന്നും മാറ്റണമെന്ന നിലപാടിൽ ഉറച്ച CPI. ഷിരൂരിൽ മണ്ണിടിച്ചിലിൽ കാണാതായ അർജുനടക്കമുള്ള 3 പേർക്കായുള്ള തെരച്ചിൽ ഇന്ന് പുനരാരംഭിക്കും. ഡ്രഡ്ജർ ഉപയോഗിച്ച് ഗംഗാവലി പുഴയിലെ മണ്ണും മരങ്ങളും നീക്കും. നാവികസേനയുടെ ഡ്രൈവർമാർ ഉച്ചയോടെ എത്തും. പുഴയിലെ ഒഴുക്ക് കുറഞ്ഞത് തെരച്ചിലിന് അനുകൂലം. NCPയിൽ മന്ത്രിസ്ഥാന മാറ്റത്തിൽ ഇന്ന് നിർണായക ചർച്ച. AK ശശീന്ദ്രനും തോമസ് K തോമസും ശരത് പവാറുമായി കൂടിക്കാഴ്ച നടത്തും. PC ചാക്കോയും പങ്കെടുത്തേക്കും. പാർട്ടി പറഞ്ഞാൽ മന്ത്രിസ്ഥാനം ഒഴിയാമെന്ന നിലപാടിൽ ശശീന്ദ്രൻ. തെക്കൻ ലെബനനിൽ വ്യോമാക്രമണം കടുപ്പിച്ച് ഇസ്രായേൽ. യുദ്ധപ്രഖ്യാപനമെന്ന് ഹിസ്ബുള്ള ജനറൽ സെക്രട്ടറി ഹസൻ നസ്രുള്ള. അടിയന്തരമായി വെടിനിർത്തൽ പ്രഖ്യാപിക്കണമെന്ന് ബ്രിട്ടൻ. നയതന്ത്ര പരിഹാരം വേണമെന്ന് US. വിഷയം ചർച്ച ചെയ്യാൻ UN-ന്റെ രക്ഷാസമിതി യോഗം ഇന്ന്. കൊൽക്കത്തയിലെ യുവ ഡോക്ടറുടെ കൊലപാതകത്തിൽ പ്രതിഷേധിച്ച് ഡോക്ടർമാർ നടത്തിയിരുന്ന സമരം ഭാഗികമായി അവസാനിപ്പിച്ചു. പിന്മാറ്റം പ്രളയ സാഹചര്യം കണക്കിലെടുത്ത്. നാളെ മുതൽ അവശ്യ സേവനങ്ങൾ പുനരാരംഭിക്കും. OP ബഹിഷ്കരണം തുടരും. ചെന്നൈ ടെസ്റ്റ് 2ാം ദിനത്തിൽ ബംഗ്ലാദേശിനെതിരെ മികച്ച സ്കോർ കണ്ടെത്താൻ ഇന്ത്യ. 6-ന് 339 എന്ന നിലയിൽ ബാറ്റിംഗ് പുനരാരംഭിക്കും. 102 റൺസുമായി അശ്വിനും 86 റൺസുമായി ജഡേജയും ക്രീസിൽ.